പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ ചില സംശയങ്ങളുടെ പേരിൽ മാത്രം തൻ്റെ രാജ്യത്തെ 20 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കുക. ഇത്തരത്തിൽ ഭ്രാന്തമായ അതിക്രൂരമായ വംശഹത്യകളിൽ ഒന്ന് നടന്നത് കംബോഡിയയിലാണ്. സൂത്രധാരൻ ഖമേർ റൂഷ് എന്ന കംബോഡിയൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് പോൾ പോട്ട് 1975 കംബോഡിയ കീഴടക്കിയ ഖമേർ റൂഷ് ഉറച്ചു വിശ്വസിച്ചിരുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ് രാജ്യത്തെ അട്ടിമറിക്കുന്നത് എന്നാണ്. പോൾ പോട്ടിന്റെ ഉത്തരവ് പ്രകാരം കംബോഡിയൻ തലസ്ഥാനമായ പ്നോംപെന്നിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അധ്യാപകരെയും ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും എല്ലാം ഖമേർ റൂഷ് പ്രവർത്തകർ തുറുങ്കിലടച്ചു. ഖമേർ റൂഷിന്റെ ഇത്തരത്തിലുള്ള കുപ്രസിദ്ധമായ തടവറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്നോംപെന്നിൽ സ്ഥിതി ചെയ്യുന്ന S21 പ്രിസൺ. ഒരു കാലത്ത് ഹൈസ്കൂളായിരുന്ന ഈ കെട്ടിടത്തിൽ 17,000-ഓളം തടവുപുള്ളികളെയാണ് മനുഷ്യത്വരഹിതമായ സാഹചര്യത്തിൽ താമസിപ്പിച്ചത്. 4 വർഷം നീണ്ടുനിന്ന ക്രൂരതകൾക്കൊടുവിൽ ഈ 17,000 പേരിൽ വെറും 12 മനുഷ്യരാണ് ജീവനോടെ പുറത്തു വന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇത്തരത്തിൽ 14 ശവക്കല്ലറുകൾ കാണാൻ സാധിക്കും. 1979 വിയറ്റ്നാം പട്ടാളക്കാർ S21 പ്രിസൺ വളഞ്ഞപ്പോൾ രക്ഷപ്പെടുന്നതിന് മുൻപായി കലാശക്കൊട്ട് പോലെ ഖമേർ റൂഷ് പ്രവർത്തകർ കൊന്നുകളഞ്ഞതാണ് ഈ 14 തടവുകാരെ. അതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മൃഗീയമായി. സ്കൂളിന്റെ താഴത്തെ നിലയിലെ പല മുറികളിലായി ഈ കാണുന്ന പോലത്തെ വരിക്കട്ടിലുകളിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം കിടന്നിരുന്നത്. 14 മൃതദേഹങ്ങളും ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാനാകാത്ത വിധം ചുറ്റിക കൊണ്ടടിച്ച് വിരൂപമാക്കിയിരുന്നു. അന്ന് തിരിച്ചറിയാനാവാത്തത് കൊണ്ട് തന്നെ ഈ 14 പേരെയും സർക്കാർ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തന്നെ അടക്കം ചെയ്തു. സ്കൂളിലെ 2 കെട്ടിടങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഈ ക്രൂരതകളുടെ വ്യാപ്തി പൊതുസമൂഹം അറിഞ്ഞത് രക്ഷപ്പെട്ടു വന്ന 12 പേരിലൂടെയാണ്. തുടക്കത്തിൽ വിദ്യാഭ്യാസമുള്ളവരോട് മാത്രമേ തങ്ങൾക്ക് ശത്രുതയുള്ളെന്ന് പറഞ്ഞ ഖമേർ റൂഷ് പിന്നീട് കണ്ണിൽ കാണുന്ന എല്ലാവരെയും തടവുപുള്ളികളാക്കി. ഈ ഒരു ചെറിയ അമ്യൂണിഷൻ ബോക്സ് ആണ് മലമൂത്ര വിസർജനങ്ങൾക്കായി നൽകിയിരുന്നത്. മലമോ മൂത്രമോ ഈ പെട്ടി കവിഞ്ഞ് പുറത്തേക്ക് പോയാൽ അത് നക്കി തുടയ്ക്കാനായിരുന്നു നിർദ്ദേശം. ഒരാൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വരെ ഖമേർ റൂഷ് വകവരുത്തുമായിരുന്നു. നാളെ പകരം ചോദിക്കാൻ ആരും വരരുത് എന്ന ഉദ്ദേശത്തോടെ. ശാരീരികവും മാനസികവുമായ ഈ ക്രൂരതകളിൽ നിന്ന് രക്ഷ നേടാൻ പലരും കെട്ടിടത്തിൽ നിന്ന് ചാടിയും മറ്റും ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ മരണം വഴി പോലും തങ്ങളിൽ നിന്ന് രക്ഷ നേടരുതെന്ന് ശഠിച്ച ഖമേർ റൂഷ് അതിന് പരിഹാരമായി കമ്പിവേലികൾ കൊണ്ട് കെട്ടിടം വളഞ്ഞു. ഒടുവിൽ 1979 വിയറ്റ്നാം സർക്കാരിനോട് പോൾ പോട്ട് അടിയറവ് പറഞ്ഞപ്പോൾ കംബോഡിയയ്ക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജനസംഖ്യയുടെ 30%. ഇന്നും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും തങ്ങൾ നേരിട്ട നഷ്ടം നികത്താൻ കംബോഡിയയ്ക്ക് സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെയും അയാളുടെ പ്രസ്ഥാനത്തിന്റെയും വികൃതമായ അടയാളങ്ങൾ പേറി ഇന്നും മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ S21 പ്രിസൺ നിലനിൽക്കുന്നു.